നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ശത്രുദോഷം എന്നുള്ള വാക്ക് നമ്മൾ പലരും എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. എന്താണ് ഈ ശത്രുദോഷം? അത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുക? അത് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാം നമുക്ക് ശത്രുദോഷം ഉണ്ടെന്നുള്ളത്? അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്? പലരും അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. കാരണം ഈ ശത്രുദോഷം എന്ന് പറയുന്നത് ഇപ്പം കണ്ണേറ് പോലുള്ള ദോഷങ്ങളെ കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ അതിനേക്കാളും കുറച്ചും കൂടെ കഠിനമായിട്ടുള്ള രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ സുഖകരമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ജീവിച്ചുകൊണ്ട് വരുന്നുണ്ടായിരിക്കുക, പെട്ടെന്നുണ്ടാകുന്ന തകർച്ചകൾ, അതായത് എവിടെ നിന്നാണെന്ന് അറിയില്ല, പെട്ടെന്ന് എന്തൊക്കെയോ ജീവിതത്തിൽ സംഭവിച്ചു, എല്ലാം തകിടം മറിഞ്ഞു, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുമ്പോൾ, അതല്ലാതെ ഇപ്പോൾ ബിസിനസ്സിൽ അതുപോലെ തന്നെ ജോലി, ഇതിലൊക്കെ വരുന്ന വലിയ ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ ഉയർച്ചയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും, പക്ഷെ ചിലപ്പോൾ ഒരു തകർച്ച നേരിടേണ്ടതായിട്ട് വരിക. അത് നമ്മൾ പോലും അറിയാതെ പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിക്കണം. അതായത് കാരണങ്ങളൊന്നും ഇല്ലാതെ വരുന്ന തകർച്ചകൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ജോലിയൊക്കെ നല്ല ജോലിയായിരിക്കും, നല്ല ശമ്പളം കിട്ടുന്ന ജോലിയൊക്കെ ആയിരിക്കും, പക്ഷെ അവിടെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുക. നമുക്കത് ചെയ്യാനായിട്ട് തോന്നുന്നില്ല, അല്ലെങ്കിൽ ജോലിക്ക് പോകാനായിട്ട് നമ്മളെ തോന്നിപ്പിക്കുന്നില്ല. അപ്പൊ നല്ല കഴിവുള്ളവരായിരിക്കും, അതായത് നല്ല കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന അത്തരത്തിലുള്ള കഴിവ് ഉള്ളവരൊക്കെ ആയിരിക്കും, പക്ഷെ എന്തുകൊണ്ടോ അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥയൊക്കെ വരിക. അല്ലെങ്കിൽ കുടുംബത്തിലെ ഇപ്പോൾ ദാമ്പത്യ ബന്ധങ്ങളാണെങ്കിലും വഴക്കുകൾ ഉണ്ടാകുക, സുഹൃത്ത് ബന്ധങ്ങൾ, അതുപോലെ തന്നെ ബന്ധുമിത്രാദികൾ, ഇവരൊക്കെ ഒരു ശത്രുതാ മനോഭാവത്തിലാകുക. നമുക്കറിയുണ്ടാവില്ല, കാരണം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ ഇവർക്കൊക്കെ നമ്മുടെ അടുത്ത് ദേഷ്യം തോന്നുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ അനുഭവത്തിലുള്ളവരുണ്ടായിരിക്കും. അതേപോലെ തന്നെ അസുഖങ്ങൾ വരിക. അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ അസുഖങ്ങളല്ല കേട്ടോ, വലിയ വലിയ അസുഖങ്ങളൊക്കെ പെട്ടെന്നുണ്ടാകുക. അല്ലെങ്കിൽ പിന്നെ സ്ഥിരമായിട്ട് അസുഖങ്ങൾ, അതായത് ഒരെണ്ണം മാറുമ്പോൾ ഒരെണ്ണം വരിക. അതായത് ഈ ട്രീറ്റ്മെന്റ് എപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികത്തിനാണ് ഏറ്റവും ആദ്യം ബാധിക്കുക. അപ്പൊ തന്നെ എല്ലാത്തിലും ഒരു തീരുമാനമാകുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വളരെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ശത്രുദോഷം ഉണ്ടോ എന്നുള്ളത്. യഥാർത്ഥ ശത്രു ആരാണെന്നും യഥാർത്ഥ ശത്രുദോഷം എന്താണെന്ന് ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇന്നത്തെ കാലത്തും ഇത്തരത്തിലെ മറ്റുള്ളവരുടെ ഉയർച്ചകൾ ആഗ്രഹിക്കാത്തവരുണ്ട്. അപ്പൊ അവര് മനസ്സുകൊണ്ട്, രണ്ട് തരത്തിലുള്ള ശത്രുദോഷങ്ങൾ ബാധിക്കാറുണ്ട്. ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് വരുന്നവ, പിന്നെ ഒന്ന് ബാധ മൂലമുള്ള ശത്രുദോഷങ്ങൾ. അപ്പൊ അത് എന്തൊക്കെയാണെന്നും അതേപോലെ തന്നെ എന്തൊക്കെയാണ് അതിന്റെ പരിഹാരങ്ങളെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളവർക്ക് അതൊന്ന് മനസ്സിലാകാനായിട്ടും അതിന്റെ പരിഹാരങ്ങൾ നമുക്ക് സാധിക്കുന്നത് പോലെ നമുക്ക് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഗുരുവായൂരപ്പന്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലത്തെ ഭഗവാന്റെ അലങ്കാരം ഗോവർദ്ധനം ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഭഗവാനായിട്ടായിരുന്നു. വലത്തെ കയ്യിൽ ഒടക്കുഴൽ പിടിച്ചിട്ടുണ്ട്, ഇടത്തെ കൈ കൊണ്ടാണ് ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ഭഗവാൻ. കുറച്ച് ദിവസമായിട്ട് എല്ലാവരും കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അലങ്കാരം തന്നെയായിരുന്നു കേട്ടോ. കാരണം ഇപ്പൊ മഴയല്ലേ, നല്ല മഴയാണ് കേട്ടോ ഗുരുവായൂരൊക്കെ. അതിങ്ങനെ കൂടിയും കുറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ മഴക്കാലത്ത് നമ്മളെ എല്ലാം ഈ മഴക്കെടുതികളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് ഭഗവാന്റെ കാരുണ്യം കൂടിയേ തീരുള്ളൂ. അപ്പൊ എല്ലാവരും ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുക. ആ വ്രജവാസികളെ ഭഗവാൻ ആ ഗോവർദ്ധന പർവ്വതത്തിന് ചുവടെയായിട്ട് എപ്രകാരമാണോ സംരക്ഷിച്ചു നിർത്തിയത്, അതേപോലെ തന്നെ നമ്മളെയും സംരക്ഷിക്കാനായിട്ട്. അപ്പോൾ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളെ സംരക്ഷിക്കും, അതിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ നല്ല ഉറപ്പിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പക്ഷേ ഭഗവാൻ നമ്മുടെ അടുത്ത് പല കാര്യങ്ങളും എങ്ങനെയാണ് പറഞ്ഞു തരുന്നത് എന്നറിയോ? അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ശംഖുചക്ര കഥാപത്മത്തോട് കൂടിയിട്ട് നമ്മുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നല്ല ചെയ്യാം. നമ്മുടെ ബുദ്ധിയിലൂടെ, നമ്മുടെ ചിന്തയിലൂടെയാണ് ഭഗവാൻ നമ്മളിൽ പ്രവർത്തിക്കുക. ഇപ്പോൾ ഒരു അപകടം നടക്കുന്ന സ്ഥലമാണ് എന്ന് വിചാരിക്കുക, അതായത് ജാഗ്രതാ നിർദ്ദേശങ്ങളുള്ള സ്ഥലമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളാണ് നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും. ഓരോരുത്തരുടെയും താമസിക്കുന്ന സ്ഥലങ്ങൾ വ്യത്യസ്തമാണല്ലോ. അപ്പൊ അവിടെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് മാറി താമസിക്കാൻ നമ്മുടെ മനസ്സിലിരുന്നിട്ടാണ് ഭഗവാൻ പറയുക. അങ്ങനെയാണ് ഭഗവാൻ പ്രവർത്തിക്കുക. അത് നമുക്ക് കേൾക്കാൻ സാധിക്കണം. നമ്മുടെ മനസ്സിലുള്ള ഭഗവാന്റെ ശബ്ദം നമ്മൾ ഇതൊരു ഉദാഹരണമാണ് കേട്ടോ പറഞ്ഞത്, കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കണം.
അതിനാണ് ഭഗവാനോട് പ്രാർത്ഥിക്കൂ എന്ന് പറയുന്നത്. ഭഗവാന്റെ അടുത്ത് സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നവര്, സംസാരിക്കുന്നത്, അതായത് വാർത്താവിനിമയം എന്നല്ല, കമ്മ്യൂണിക്കേഷൻ നടത്തുന്നവർക്ക് ഇത് കൃത്യമായിട്ട് ഭഗവാൻ മനസ്സിലിരുന്ന് പറഞ്ഞു തരും. നിങ്ങൾ ഇപ്പോൾ അപകട അവസ്ഥയിലാണ്, ഇവിടെ നിന്ന് മാറിക്കോളൂ എന്ന് ഭഗവാൻ പറഞ്ഞു തരും. എത്രയോ പേര് അങ്ങനെ രക്ഷപ്പെടുന്നവരുണ്ട്. അതൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നമ്മളൊന്ന് മനസ്സിരുത്തി നോക്കൂ. നമ്മൾ പലപ്പോഴും പല അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കുക ഇതേപോലെ ഒരു ഉൾവിളി തോന്നിയിട്ടായിരിക്കും. അത് നൽകുന്നത് ഭഗവാനാണ്. അപ്പൊ സ്ഥിരമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ മനസ്സിലിരുന്നിട്ട് ഭഗവാൻ പറഞ്ഞു തരും. പ്രത്യേകിച്ച് മഴക്കാലമാണ്, നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. യാത്രകളിലാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന താമസിക്കുന്ന ആ ഒരു സാഹചര്യങ്ങളിലാണെങ്കിലും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. ഭഗവാൻ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത്, ഞാൻ നിങ്ങളെ സംരക്ഷിക്കാനായിട്ട് എപ്പോഴും ഗോവർദ്ധന പർവ്വതത്തെ കുടയായിട്ട് പിടിച്ചു നിൽക്കുന്നുണ്ട്. എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുകയാണ് വേണ്ടത്. അതിനെ എന്നിലേക്ക് അടുക്കൂ എന്നാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ എല്ലാവരും ഭഗവാനിലേക്ക് നന്നായിട്ട് അടുക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് ഏകാദശിയും കൂടിയാണ്. അപ്പോൾ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം. അതിലൂടെ നമുക്ക് ഭഗവാൻ കൃത്യമായിട്ടുള്ള മറുപടികളൊക്കെ തരും. അപ്പൊ എല്ലാവരെയും ഭഗവാൻ നന്നായി സംരക്ഷിക്കട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, എല്ലാ ആപത്തുകളിൽ നിന്നും കുടയായിട്ട് ഭഗവാൻ തന്നെ നമുക്ക് കുടയായിട്ട് വരട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ച് ഗോവർദ്ധന ഗിരിധാരിയായിട്ട് നിൽക്കുന്ന ഭഗവാന്റെ രൂപം നന്നായി ഒന്ന് എല്ലാവരും മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ മുന്നിൽ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അപ്പൊ ഇനി നമുക്ക് ശത്രുദോഷത്തെ കുറിച്ച് പറയാട്ടോ. ഈ ശത്രുദോഷം നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ എപ്പോഴാണ് ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം ഇതുകൊണ്ടാണെന്നല്ല കേട്ടോ. എന്നാലും നമ്മളൊന്ന് മനസ്സിരുത്തി കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ചു നാളുകൾക്ക് മുൻപുള്ള ജീവിതത്തിനെ ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്, എത്ര കാലയളവിനുള്ളിലാണ് നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്, അതിനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഇത് ശത്രുബാധ കൊണ്ടാണോ എന്നുള്ളത്. അപ്പൊ യഥാർത്ഥത്തില് ഈ ശത്രുബാധ രണ്ട് തരത്തിലാണ് നമ്മളതിനെ ബാധിക്കുക. ഒന്ന്, ഈ കണ്ണേറ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നാക്കേറ് എന്നൊക്കെ പറയില്ലേ, അതായത് നമുക്ക് ഉയർച്ച ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നത് നമ്മൾ മാത്രമാണ്. വേറെ ആർക്കും നമ്മൾ നന്നാകണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കില്ല. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്നവരുണ്ടായിരിക്കുമല്ലോ, അഭ്യുദയാകാംക്ഷികൾ എന്ന് പറയും. അതായത് നമുക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരുണ്ടായിരിക്കും നമുക്ക് ചുറ്റിനും, വിരലിൽ എണ്ണാവുന്നവർ മാത്രം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമ്മൾ ഉയർച്ച കൊണ്ട് അവർക്ക് സന്തോഷം ഉണ്ടാകുള്ളൂ. ബാക്കിയുള്ള ആർക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. പലരുടെയും നമ്മളിപ്പോൾ ഒരു സന്തോഷമുള്ള ഒരു കാര്യം ഒരാളുടെ അടുത്ത് പങ്കുവെക്കുകയാണ്, അവരുടെ റിയാക്ഷൻ എന്ന് നമുക്ക് മനസ്സിലാകും അവരും നന്നായി സന്തോഷിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പം ആ സമയം കഴിഞ്ഞാലും കുറച്ച് നേരം കഴിഞ്ഞാലും അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും നമ്മുടെ സന്തോഷം കൊണ്ട് അവർക്കും സന്തോഷമാണോ ഉണ്ടായത്, അല്ലെങ്കിൽ അവർക്ക് അതിൽ അസൂയയോ കുശുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളവർ ചിലപ്പോൾ അവരെ നമുക്ക് ദോഷം വരണം എന്നൊന്നും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല, പക്ഷെ നമുക്ക് നല്ലത് വരുന്നത് കാണുമ്പോൾ, നമുക്ക് നല്ല സുഖം, സൗകര്യം, സമ്പത്ത് ഇതൊക്കെ ഏറി വരുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിലൊരു അസൂയ അവർ തന്നെ അറിയാതെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും. തനിക്കൊന്നും ഇല്ലാത്തത് മറ്റുള്ള ഒരാൾക്ക് ഉണ്ടായി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, അതിനൊക്കെയാണ് ഈ കണ്ണേറ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതും ഒരു തരത്തിലെ ശത്രുബാധയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതായത് കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക, അകാരണമായിട്ട് നമ്മൾ കാരണങ്ങൾ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാലേ ഒരു കാരണം ഉണ്ടായിരിക്കില്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക്. പക്ഷെ പ്രശ്നം രൂക്ഷമായിട്ട് വളർന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ഇപ്പൊ രോഗങ്ങൾ, അസുഖങ്ങൾ, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരിക, കടക്കണിയിലാകുക, അതായത് ചിലപ്പോൾ വീട് തന്നെ പൂട്ടിയിട്ട് ഇറങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള നിരവധി ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴാണ് ഈ ശത്രുദോഷത്തെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുക. പിന്നെ ചിലര് ഇന്നത്തെ കാലത്ത് അതിലൊന്നും വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വസിക്കാത്തവരാണ് കൂടുതലും. കാരണം ഈ ശത്രുദോഷം രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒന്നാണ് ഈ കണ്ണേറ്, നാക്കേറ് മുതലുള്ള ആ വഴിയിലൂടെ വരുന്നത്. പിന്നെ ഒന്ന് ബാധ മൂലമുണ്ടാകുന്ന ശത്രുദോഷമാണ്. ഇപ്പൊ ബാധ എന്ന് പറയുമ്പോൾ സ്വയം അങ്ങോട്ട് പോയിട്ട് ബാധ ക്ഷണിച്ച് വരുത്തുന്നവരുണ്ടായിരിക്കും. ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നവർക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ. അങ്ങനെ ബാധ ലഭിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും. അതല്ലാതെ മനഃപൂർവ്വം ഒരാള് രക്ഷപ്പെടരുത് എന്ന് കരുതിയിട്ട് ക്രിയകളൊക്കെ ചെയ്തിട്ട് ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ള ബുദ്ധിശൂന്യരായിട്ടുള്ള ആളുകളും ഇന്നത്തെ കാലത്തുണ്ട്. ശരിക്കും ഇത് പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മൾ മുൻപ് ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നരസിംഹത്തിനെ സേവിച്ച ഒരു ബ്രാഹ്മണന്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലത്തെ കഥയാണ്. അദ്ദേഹം നരസിംഹത്തെയാണ്
10 വർഷം സേവിച്ചത്. പക്ഷേ കൂടെയുള്ളവരൊക്കെ യക്ഷിയെ, അതായത് പെട്ടെന്ന് പ്രസാദിക്കുന്നവരെയൊക്കെ ദുർമൂർത്തികൾ എന്ന് പറയില്ലേ, അങ്ങനെയുള്ളവരൊക്കെ സേവിച്ചു, പെട്ടെന്ന് പ്രസാദിച്ചു, അവരെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നു പറഞ്ഞു, എന്ത്, നീ നരസിംഹത്തെ സേവിച്ച് ഇവിടെ ഇരുന്നോ, എന്തെങ്കിലും ഗുണം നിനക്ക് ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങളൊക്കെ കണ്ടില്ലേ സമ്പന്നരായി, അതായത് അവർക്ക് നിറയെ ഗുണങ്ങൾ ഉണ്ടായി, ഇത് പാവം നരസിംഹത്തെ സേവിച്ച് ഉപാസിച്ച് അവിടെ ഇരിക്കുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ 10 വർഷമായിട്ട് ഉപാസിച്ചിട്ടിരിക്കണം, മനസ്സിൽ അങ്ങനെ ഒരു ചാഞ്ചാട്ടം വന്നു. ശരി, അപ്പൊ ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് കരുതിയിട്ട് യക്ഷിയെ സേവിക്കാനായിട്ട് ആരംഭിച്ചു. 1 വർഷം ആകുമ്പോഴേക്കും യക്ഷി പ്രസാദിച്ചു. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിലാണ് പറഞ്ഞ് യക്ഷിയോട് പറയുന്നു. യക്ഷി അത് എല്ലാവർക്കും നടത്തി കൊടുക്കുന്നു. അങ്ങനെയായിട്ട് വരുന്ന സമയത്ത് ഇടയ്ക്ക് എന്തോ യക്ഷിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ യക്ഷിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതായത് നീ എൻ്റെ അടുത്ത് കൽപ്പിക്കാനാണോ വരുന്നത് എന്നുള്ള രീതിയിൽ യക്ഷി ഇദ്ദേഹത്തെ ഉപദ്രവിക്കാനായിട്ട് ചെന്ന സമയത്ത് ഒരൊറ്റ അലർച്ചയാണ് കേട്ടതെന്നാണ് പറയണത്, നരസിംഹത്തിന്റെ അലർച്ച. 10 വർഷം എന്നെ ഉപാസിച്ച ഇവനെ തൊടാറായോ നീ എന്നാണ് ചോദിച്ചത്. അത്രയും സംരക്ഷിച്ചു. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് നരസിംഹം ആ ഭക്തനെ സംരക്ഷിച്ച ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഒപ്പം തന്നെ യക്ഷിയെ ഉപാസിച്ചു കഴിഞ്ഞാൽ യക്ഷി തന്നെ തിരിച്ചടിക്കും എന്നുള്ള കാര്യം കൂടെ നമ്മളിവിടെ ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഉപാസനകളിലൂടെ അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങളിലൂടെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതെല്ലാം തിരിച്ചടിക്കും. പക്ഷെ അതവർക്ക് മനസ്സിലാകില്ല. ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉപദ്രവം ഉണ്ടാകും, സ്വാഭാവികമായിട്ടും ചെയ്തവർക്കും അതേ ഉപദ്രവം ഉണ്ടാകും. അത് 2 തരത്തിലാണ് വരിക. ഒന്ന്, മറ്റുള്ളവരെ ദ്രോഹിച്ചു കഴിഞ്ഞാലേ അത് പാപമാണ്, പാപത്തിന്റെ ഫലം തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, ഒറ്റയടിക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു 3 തലമുറയ്ക്ക് ശേഷമായിരിക്കും ചിലപ്പോൾ ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടു തുടങ്ങുക. ഇപ്പൊ നല്ല രീതിയിലായിരിക്കും ജീവിക്കുന്നുണ്ടായിരിക്കുക, കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാലാണ് ഇതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക. അപ്പോൾ വരുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ അത് കഠിനമായിരിക്കും. അത്രയും കഠിനമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും അനുഭവിക്കേണ്ടതായിട്ട് വരിക. ഇങ്ങനെയുള്ള ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പിന്നെന്താണെന്നറിയോ, ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അവരുടെ മനസ്സിൽ വിഷമം ഉണ്ടാകില്ലേ? എന്തുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ഉണ്ടായത്? അതായത് അവർ പോലും അറിയാത്ത കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവരുടെ മനസ്സ് സ്വാഭാവികമായിട്ട് വിഷമിക്കില്ലേ? ഈ വിഷമങ്ങൾക്കൊക്കെ അത് ബുദ്ധിമുട്ടിക്കുന്നവർ കണക്ക് പറയേണ്ടതായിട്ട് വരും. എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആരെ വിഷമിപ്പിക്കുകയാണെങ്കിലും അതും അവിടെ എഴുതി വെക്കും, നീയും ഇതേപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള രീതിയിൽ ബുദ്ധിമുട്ടുന്നുള്ള രീതിയിൽ. അതെല്ലാം നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കാനായിട്ട് ഭഗവാൻ എത്രയോ പേരെ ഇവിടേക്ക് അയച്ചിട്ടുണ്ടെന്ന് അറിയോ. അപ്പൊ എന്താണ്, ഒരാളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാലേ അതിന്റെ ഫലം തീർച്ചയായിട്ടും അനുഭവിക്കും. അവരുടെ മനസ്സ് വേദനിച്ചാൽ മതി. അപ്പൊ ഇങ്ങനെ ദുഷ്ചെയ്തികളിലൂടെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ മനസ്സിൽ ഓർക്കേണ്ട കാര്യമാണ് ഇതേപോലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കും വരും എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ബാധ പോലുള്ള ദോഷങ്ങളും മറ്റുള്ളവരെ ബാധിക്കാറുണ്ട്. അപ്പോഴൊക്കെയാണ് ഈ ശത്രുദോഷം നമ്മളെയൊക്കെ ബാധിക്കുന്നത്. അപ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക. അപ്പൊ എന്താണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഭഗവാനെ സേവിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ബാധിക്കില്ല. ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുക, കുളിച്ചൊരുങ്ങി പോകുക, വരിക എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഭഗവാനിൽ സദാസമയം മനസ്സുറപ്പിക്കുന്നവർക്ക്, ഭഗവാനെ സ്മരിക്കുന്നവർക്ക്, എല്ലാ കാര്യവും ഭഗവാനിലൂടെ ചെയ്യുന്നവർക്ക്, ഭഗവാനെ കൂട്ടുപിടിച്ചിട്ട് ചെയ്യുന്നവർക്ക്, അങ്ങനെ ആ ഒരു ആത്മസമർപ്പണം ഉണ്ടല്ലോ, അതുള്ളവരെ ഒന്നും ഇങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള ശത്രുബാധയും ബാധിക്കില്ല എന്നാണ് പറയുക. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഒരിക്കലും ഭയപ്പെടാൻ വേണ്ടിയിട്ടല്ല അങ്ങനെയൊന്നും പറയണത് കേട്ടോ. ഭയപ്പെട്ട് കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നെഗറ്റിവിറ്റി നമ്മളിലേക്ക് എത്തുക. അപ്പോൾ ഒരിക്കലും ഭയപ്പെടരുത്. നമ്മുടെ കൂടെയുള്ളത് ഭഗവാനാണെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കണ്ടേ? ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെയുണ്ട്, പിന്നെ ഞാൻ എന്തിനെങ്കിലും പേടിക്കേണ്ടതായിട്ടുണ്ടോ? കാരണം എല്ലാത്തിനും മുകളിലായിട്ടുള്ളത് സാക്ഷാൽ ഭഗവാനാണ്. എല്ലാത്തിനും മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിൽ പിന്നെ ആരുമില്ല. ഈ പറയുന്ന എത്ര നെഗറ്റീവ് എനർജി ആണെങ്കിലും, എത്ര മോശം കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന മൂർത്തികളാണെങ്കിലും എല്ലാം അതിന് താഴെ വരുള്ളൂ. അപ്പൊ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നത് ഭഗവാനാണ്. ആ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ നന്നായിട്ട് ഭഗവാനെ മുറുകെ പിടിക്കാം. പിന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമ്മുടെ മനസ്സിലൊട്ടും അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ കുറച്ചൊന്നും ഉയർന്നെന്ന് വിചാരിക്കാം, എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പ്ലസ് പോയിന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം, സൗന്ദര്യം, കഴിവുകൾ, പഠിപ്പ്, നല്ല ജോലി, നല്ല വരുമാനം, നല്ല രീതിയിൽ പോകുന്ന ബിസിനസ്, നമ്മുടെ നല്ല സൗകര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലേ സ്വാഭാവികമായിട്ടും കുറച്ചങ്ങോട്ട് നേടിക്കഴിഞ്ഞാൽ അഹങ്കാരം ഉണ്ടാകുന്നവരാണ് മനുഷ്യർ. അത് മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണ്, അഹങ്കാരം വരും. ഈ അഹങ്കാരം വന്നു കഴിഞ്ഞാലും ഇതേപോലുള്ള തകർച്ചകൾ ഉണ്ടാകും കേട്ടോ. ഒന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാകും. നമുക്ക് അഹങ്കാരം വരുമ്പോൾ ഭഗവാൻ ഒരടി തരുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒന്ന് താഴത്തേക്ക് പോകും.
പിന്നെ നല്ല രീതിയിലൊക്കെ മനസ്സിലാക്കി വരുമ്പോഴാവും പിന്നെ നമുക്ക് ഉയരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ അഹങ്കാരം എന്ന് പറയുന്നത് ഷഡ്വൈരികളുണ്ടല്ലോ, ഇതും നമ്മുടെ ശത്രുക്കളാണ്. അല്ലാതെ മനുഷ്യർ മാത്രമല്ല ശത്രുക്കൾ, നമ്മുടെ തന്നെ മനസ്സിലുണ്ടാകുന്ന ഷഡ്വൈരികളും ശത്രുക്കളാണ്. അതിലൊന്നാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര ഉയർച്ചയിൽ നമ്മൾ പോയി കഴിഞ്ഞാലും, നമ്മൾ എത്ര ഉയരത്തിൽ പറഞ്ഞാലും സമ്മാനം വാങ്ങണമെങ്കിൽ താഴോട്ടേക്ക് വരണം എന്നാണ് പറയുക. അങ്ങനെയല്ലേ പറയുക, താഴെ നിന്നിട്ടാണ് സമ്മാനദാനം ഉണ്ടാകുക. അപ്പോൾ എത്ര ഉയരത്തിൽ പോയി കഴിഞ്ഞാലും നമ്മൾ താഴ്മയുള്ളവരായിരിക്കണം. താണ നിലത്തെ നീരോടൂ എന്നുള്ളത് പറയും. അതായത് താഴ്ന്ന നിലത്ത് മാത്രമേ വെള്ളം ഒഴുകുള്ളൂ, അങ്ങനെയുണ്ട്. അപ്പോൾ എപ്പോഴും താഴ്മയുള്ളവരായിട്ട് നിൽക്കണം. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഷഡ്വൈരികൾ കൊണ്ടുള്ള ശത്രുതകളൊന്നും, അതായത് ശത്രുദോഷങ്ങളൊന്നും ഉണ്ടാകില്ല. എപ്പോഴൊന്നും ആലോചിച്ച് നോക്കൂ, പാവപ്പെട്ടവരാണ്, താഴ്മയോടെ ജീവിക്കുന്നവരാണ്, അവരൊന്നും ബാധിക്കില്ല. പണം കൂടുമ്പോഴാണ് കൂടുതൽ പേർക്കും ഇങ്ങനെയുള്ള മോശപ്പെട്ട സാഹചര്യങ്ങളിലേക്ക്, ഇപ്പം മദ്യപാനം അങ്ങനെയുള്ള മോശപ്പെട്ട ജീവിത രീതികളിലേക്ക് കടക്കാനായിട്ട് തോന്നുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തകർന്നോളും. അപ്പോൾ എന്ത് ചെയ്യണം? അഹങ്കാരം വരരുത്. അഹങ്കാരം വരാതെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും ആദ്യം നമുക്കുള്ള ദോഷങ്ങളൊക്കെ മാറാനായിട്ട് നമ്മൾ ചിന്തയിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം. ഷഡ്വൈരികളിൽ പ്രത്യേകിച്ച് അഹങ്കാരം വരാതെ നോക്കുക. പിന്നെ ഇങ്ങനെയുള്ള ശത്രുദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബാധ മൂലമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ അത് മാറ്റേണ്ടി തന്നെ വരും. അതിന് കൃത്യമായിട്ട് അറിവുള്ളവർ, അതായത് അതിൻ്റെ കാഠിന്യം അനുസരിച്ചാണ്, അതിന് കൃത്യമായിട്ടുള്ള അറിവുള്ളവരുടെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് അത് മാറ്റിക്കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് മാറും. എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അത് മാറ്റിയെടുത്താൽ മാത്രമേ ചിലപ്പോൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്താം. പിന്നെ നമുക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം, പരദേവതാ ക്ഷേത്രമുണ്ട്, കുടുംബദേവത, അവിടെയൊക്കെ പോയിട്ട് അവരുടെ അടുത്ത് പ്രാർത്ഥിക്കുക. കാരണം അവരൊക്കെ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അവരൊക്കെ അത്രയും പവർഫുള്ളാണ്. നമ്മളവിടെയൊക്കെ പോകാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളാണ്. ഒന്ന് പോയിട്ട് പ്രാർത്ഥിച്ചു നോക്കൂ, നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉടനടി കിട്ടും. അതേപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ, ശാക്തേയ ക്ഷേത്രങ്ങളിലേക്കൊക്കെ തീർത്ഥാടനം പോകുക. അവിടെ പോയി കടുംപായസം, അത്രയും ശക്തിയുള്ളവരാണ്, അതുകൊണ്ടാണ് കടുംപായസമൊക്കെ കൊടുക്കുന്നത്. അത്രയും ശക്തിയുള്ളവരുടെ അടുത്ത് നമ്മൾ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ശക്തി നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ കടുംപായസം, അതേപോലെ തന്നെ ശത്രു സംഹാര പുഷ്പാഞ്ജലി, അത് ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല ശത്രു സംഹാരം എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് നമ്മുടെ അടുത്ത് ശത്രുത തോന്നുന്നുണ്ടെങ്കിൽ ആ ശത്രുതേനെ ഇല്ലാതാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ശത്രുതേനെയാണ് അവിടെ ഇല്ലാതാക്കുന്നത്. ശത്രു സംഹാര പുഷ്പാഞ്ജലി ചെയ്യാം. ഗുരുതിയൊക്കെ ഇങ്ങനെയുള്ള ശത്രുദോഷങ്ങളൊക്കെ മാറാനായിട്ട് ഏറ്റവും നല്ല വഴിപാടുകളാണ്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലും കംസവധം ശത്രുതാനാശത്തിനുള്ളതാണ്. ശത്രുതേനെയാണ് അവിടെ ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു പ്രഭാവം കുറയ്ക്കാനായിട്ട് സാധിക്കും. അത് സ്ഥിരമായിട്ട് ചെയ്യുന്നവരെ ഇതൊന്നും ബാധിക്കില്ല. പ്രത്യേകിച്ച് ഈ കണ്ണേറ് പോലുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ അതൊക്കെ മാറാനായിട്ട് അല്ലെങ്കിൽ അതൊന്നും നമ്മളെ ബാധിക്കാനായിട്ട് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നരസിംഹത്തെ നന്നായി പ്രാർത്ഥിച്ചോളൂ എന്നാണ് പറയുക. നരസിംഹം അവിടെ ഉണ്ടല്ലോ, ആ കടക്കുന്ന ഭാഗത്ത് കിഴക്കേ ആ ഗോപുരത്തിൻ്റെ അവിടെ 2 വശത്തായിട്ട് നരസിംഹമുണ്ട്, ഉഗ്രഭാവത്തിലായിരിക്കുന്നത്. അവിടെ ഒന്ന് പോയി പ്രാർത്ഥിച്ചു നോക്കൂ, ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാകില്ല. ഒരു തരത്തിലുള്ള കണ്ണീറും നമ്മളെ ബാധിക്കില്ല. നാലമ്പലത്തിനകത്താണെങ്കിലും പുറകിൽ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഭഗവാന്റെ ശ്രീകോവിലിന്റെ ചുമലിൽ നോക്കിക്കഴിഞ്ഞാൽ 3 പേരായിരിക്കുന്നത് നരസിംഹം. മൂന്ന് ഉഗ്രഭാവത്തിലിരിക്കുന്നവരാണ്. അവിടെ നിന്ന് പോയി പ്രാർത്ഥിച്ചു നോക്കൂ, ഒരു വിഷമം ഉണ്ടാവില്ല. അതാണ് അവിടെയൊക്കെ പോയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി തോന്നുന്നത്. എത്ര നെഗറ്റിവിറ്റിയോട് കൂടിയിട്ടാണെങ്കിലും മനസ്സസ്വസ്ഥമായിട്ടാണെങ്കിലും നമ്മൾ പോയിട്ടുണ്ടായിരിക്കുക അകത്ത്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം പോയിട്ട് റിലാക്സ് ആയിട്ടാവും വന്നിട്ടുണ്ടായിരിക്കുക. ചിലരൊന്ന് കരഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരുടെ മനസ്സൊക്കെ ഒന്ന് ശാന്താകും. അപ്പം അത്രയും പോസിറ്റീവ് ആയിട്ടുള്ളവരായിരിക്കുന്നേ. നമ്മളവിടേക്ക് ചെല്ലാത്തതിൻ്റെയും അവരെ പ്രാർത്ഥിക്കാത്തതിൻ്റെയും ഒക്കെ പ്രശ്നങ്ങളെ നമുക്കുള്ളൂ. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ മാറുന്ന പ്രശ്നങ്ങളെ എല്ലാവർക്കും ഉള്ളൂ എന്നാണ് സാരം. അപ്പം അതിനു വേണ്ടി എന്ത് ചെയ്യണം? നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. ഒരാൾക്കും നമ്മുടെ അടുത്ത് ശത്രുതാ മനോഭാവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും മിത്രങ്ങളാക്കി മാറ്റാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മൾ എല്ലാവരുടെ അടുത്തും അങ്ങനെ തന്നെ പെരുമാറി നോക്കൂ. അപ്പോൾ ശത്രുവാവാൻ വന്നവർ പോലും മിത്രമാവുന്നത് കാണാം. അപ്പോൾ ഭഗവാനെ സേവിക്കുന്നവരുടെ ഗുണങ്ങളാണ് ഈ പറയുന്നത്. മോശപ്പെട്ട വാക്കുകൾ ഒരാളുടെ അടുത്തും പറയാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേയൊക്കെ ശത്രുദോഷങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാനും കൂടെ സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം അത് അവനവൻ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുക. നമ്മളിപ്പോൾ ഈ സഞ്ചരിക്കുന്ന വഴികൾ കൃത്യമായിട്ടുള്ള വഴികളാണോ? നമ്മുടെ കൂടെ ഭഗവാൻ കൂടെ നടന്നു വരുന്ന വഴികളാണോ? അല്ലെങ്കിൽ മോശപ്പെട്ട വഴികൾ കൂടെയാണോ നമ്മൾ സഞ്ചരിക്കുന്നത്? അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുക. പെട്ടെന്ന് അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വരിക, അപ്പോൾ കേസ് കൂട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരിക, അപകടങ്ങളൊക്കെ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ ജീവിത രീതി എങ്ങനെയാണ്, ഏത് മാർഗത്തിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നുള്ളത്.
അപ്പോൾ ഒന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ആ മാർഗം ഒന്ന് മാറ്റി പിടിച്ചാൽ മതി, അതൊന്ന് റൂട്ട് തിരിച്ചു വിട്ടിട്ട് നല്ല മാർഗത്തിലേക്ക് ആക്കുക. അപ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ വരും. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നമ്മളെയൊക്കെ ഒന്ന് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും കണ്ണിൽ പെടുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്വയം ഒന്ന് വിശകലനം ചെയ്യുക, ഒന്ന് വിലയിരുത്തുക. അപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടോ എന്ന് മനസ്സിലാക്കാനും പറ്റും. അതിലൂടെ നമുക്ക് സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ മാറി പോരാനായിട്ടും സാധിക്കും. അപ്പോൾ ഒട്ടുമിക്ക കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ളത് നമുക്ക് പറ്റില്ല. അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ കാണണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നന്നായിട്ട് ഭഗവാനെ കൂട്ടുപിടിച്ചോളൂ. ഏത് തരത്തിലുള്ള ശത്രുക്കളാണെങ്കിലും ഏത് തരത്തിലുള്ള ശത്രുതകളാണെങ്കിലും അവരെ എല്ലാം മിത്രങ്ങളാക്കാനായിട്ട് ഭഗവാനെ ഒരു സെക്കൻഡിൻ്റെ പോലും ആവശ്യമില്ല. അത്രയും കൂട്ടുപിടിച്ചാൽ മതി ഭഗവാനെ. അതന്നെ ഭഗവാൻ പറയുന്നത്, എൻ്റെ അടുത്തേക്ക് വരൂ, എന്നെ കൂടെ മുറുകെ പിടിച്ചോളൂ എന്നുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം. ഒരാൾക്കും ശത്രുക്കളൊന്നും ഇല്ലാതിരിക്കട്ടെ, എല്ലാവരും മിത്രങ്ങളാകട്ടെ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അലങ്കാരമൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.